ഏറ്റവും വലിയ ലൈഫ് ജേണൽ. നമ്മൾ കുറെ നാൾക്ക് ശേഷം ഫൈനലി ഒരു വീഡിയോ എടുക്കുവാണ് കേട്ടോ. എത്ര നാളായി ഒരു യൂട്യൂബിലോട്ട് വേണ്ടിയിട്ട് ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് കുറെ നാളായി. പുറത്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാം, ഇന്നും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഒരു 2 days സ്റ്റേക്ക് വേണ്ടിയിട്ട് പോവാണ്. കാങ്കറുകള്ളി നമ്മളൊരു 4-5 മാസം എവിടെയെങ്കിലൊക്കെ നാട്ടിലെ നമ്മുടെ കർണാടക അവിടെയൊക്കെയുള്ള ഒരു പേരും അല്ലെ, കാങ്കറുകള്ളി. കാങ്കറുകള്ളിയിലേക്കാണ് പോണത്. 2 days അവിടെ സ്റ്റേ. ക്യാമ്പർ വാനിലാണ്. ക്യാമ്പർ വാനിൽ നമ്മൾ കൊണ്ടുപോവില്ല. അവിടെ ഓൾറെഡി ഒരു ലേക്ക് സൈഡിൽ ക്യാമ്പർ വാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ സ്റ്റേ ചെയ്യാനായിട്ടാണ് പോകുന്നത്. പോണോടിക്ക് എല്ലാ വിശേഷങ്ങളും കാണാം. ചോദിച്ചു പോവാം. ഒരു വണ്ടി നിറച്ച് സാധനങ്ങളും കൊണ്ടാ നമ്മള് പോകുന്നത് അല്ലേ ജെനി? അവര് ബേസിക്കലി ബെഡ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. നമ്മള് ബെഡ്ഷീറ്റ്, പില്ലോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. അപ്പൊ ഒത്തിരി ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോണേക്കാളും നല്ലത് സ്ലീപ്പിംഗ് ബാഗ് ആണ് ഓർത്ത് നമ്മള് സ്ലീപ്പിംഗ് ബാഗ് അല്ലേ? അപ്പൊ ഇന്ന് നല്ല മഴയുള്ള ഒരു ദിവസമാണ്. നല്ല മഴയത്താണ് നമ്മൾ പോണത്. പക്ഷെ വേറൊരു ഗുണമുണ്ട് അതിൽ. നമ്മളിപ്പോ മഴയത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ലേക്കും ഇതൊക്കെ ആയതുകൊണ്ട് പിറ്റേ ദിവസം നാളെ മോർണിംഗിൽ നല്ല ഫോഗ് ആയിരിക്കും. രസമുണ്ടാവും ചിലപ്പോ മോർണിംഗ് കാണാനായിട്ട്. നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ട് ഫോഗ് ചെയ്യാനായിട്ടുള്ളത്. അത് ഭയങ്കര ഫോഗായിരുന്നു. നമ്മൾ ആക്ച്വലി വ്ളോഗ് ചെയ്തിട്ടില്ല. എന്തോരം വ്ളോഗ് ചെയ്യാതെ വെറുതെ പോയേക്കുന്നത്. അപ്പൊ വ്ളോഗ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ നമുക്കതൊരു മെമ്മറി ആയിട്ട് അങ്ങനെ കിടക്കും നമ്മുടെ ഈ ഒരു യൂട്യൂബില് അല്ലേ? ഭയങ്കര ബിസി ആയിരുന്നു കുറച്ച് നാളായിട്ട്. ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു. ഒരു 5 മാസം എന്റെ ദൈവമേ, ജോലി വീട് ഇതിന്റെ ഇടയിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് വെന്റ് ഔട്ട് ചെയ്യാനായിട്ട്. അല്ലാതെ ഇങ്ങനെയുള്ള ലോങ് ട്രിപ്പ് ചെയ്തിട്ട് ഒരു 6 മാസം മിനിമം ആയിട്ടുണ്ടാവും നമ്മള് അല്ലേ? ബോയിനപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് വന്നേക്കുവാണേ. ഇവിടെ വാഷ്റൂം ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ബിൻസ് ഉണ്ട് ഒത്തിരി. മൊത്തത്തിൽ നല്ല രസമുള്ളൊരു ഏരിയ ആണ് കേട്ടോ. പിന്നെ ഇവിടെ ക്രിസ്റ്റൻ റിവർ റാമ്പിൾ എന്നും പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ബേസിക്കലി ഒരു റിവറിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ പോലെ. ആൻഡ് ഇവിടെ ഇത് ബോയിനപ്പ് ഹെറിറ്റേജ് ട്രയലാണ് കേട്ടോ. നമുക്ക് നടക്കണമെങ്കിൽ നടക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ നമ്മൾ എത്രത്തോളം നടക്കും എന്ന് എനിക്കറിയാൻ പാടില്ല. എനിവേ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഇച്ചിരി നേരം ഒന്ന് ഇരിക്കുക, ആ വഴി ഒരു കോഫിയൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നേക്കുന്നത്. വന്നപ്പോ തന്നെ ഒരു സോസേജ് കഴിച്ചുകൊണ്ട് ചായ കുടിക്കാൻ ഒരു കാപ്പി. ജെനിക്ക് തണുക്കണില്ല. ജെനി ഫയർ ഉണ്ടാക്കുക. കാണിച്ചെന്ന് ഇത്രയും കടുപ്പം മതിയോ? ചായ കാപ്പി Kopi saya. Kopi saya. Public kopi. Kopi saya. ഇത് നമ്മളിവിടെ വന്നപ്പോൾ ഒരു ഫുൾ ഫാം ഉണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റും അവിടെ നിന്ന്. അങ്ങനെ നമ്മൾ 2 ചെറിയ ബോക്സ് മേടിച്ചു. ഞങ്ങൾക്ക് 2 ഈക്വലി ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇത്.
നമ്മളിത് ഏകദേശം അങ്ങടേക്ക് എത്താറായിട്ടോ. നമ്മൾ താമസിക്കുന്ന ആ ഒരു ബുക്ക് ചെയ്തേക്കുന്ന 28 മിനിറ്റ് കൂടി. അല്ല സോറി 7 മിനിറ്റ്സ്. 6 minutes. No, 7, 8. Papa's making us trespass. അല്ല, What? We're trespassing. Papa, why are you, Papa? Why are you making us trespass? It's not trespassing. Yeah, you're trespassing. No. The ritual looks the gate. അങ്ങനെ ദേ നമ്മള് ഫൈനലി ഇവിടെ എത്തി അല്ലേ. നല്ല രസമുള്ള സ്ഥലം. താമസിക്കുന്നത് Finally. താമസിക്കുന്നത് അതില് That's pink house. എനിക്കൊരു പിങ്ക് ഹൗസ് ഉണ്ട് ഇവിടെ. അതാണ് അവൾക്ക് ഇഷ്ടമായത്. പക്ഷെ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അമ്മോ, എന്തൊരു രസം കാണാനായിട്ട്. അപ്പൊ നമുക്കിനി ഡയറക്റ്റ് നമ്മൾ താമസിക്കുന്ന ആ ഒരു കുട്ടി ക്യാമ്പർ വാനിൽ പോവാം. ഒരു ചെറിയൊരു കാരവാൻ്റെ ആ ഒരു സെറ്റപ്പ് അവർ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നതാണ് കേട്ടോ. ആക്ച്വലി നന്നായിട്ടുണ്ട്. നമുക്കിത് ഇവിടെ ഒരു കുട്ടി ടേബിളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുക്കൊക്കെ ചെയ്യണമെങ്കിൽ നല്ല രസമായിരിക്കും. ഇവിടെ കൺഫയർ ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. ജനി അതാണ് ഭയങ്കരമായിട്ട് ലുക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. ക്യാമ്പർ നിലം ഇതാണ്. So beautiful. ജനി ക്യാമ്പർ വാനിലുള്ള സ്ട്രിക്റ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്തത്. പറഞ്ഞോ? റിയലി? നൈസ്. കയറുമ്പോ തന്നെ ഇവിടെ ഒരു ക്യൂൻ സൈസ് ബെഡാണിത്. My gosh. ഹീറ്റർ ഇരിക്കണം പോലെ. My bed. This is my bed. ഓക്കെ. You need to test it out. നല്ല രസമായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കുറച്ച് അധികം നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് നമുക്ക് Look where I'm കാര്യങ്ങൾ sleeping. ചെയ്യണം. പക്ഷെ ഇതിൽ 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം നമ്മളെ കൊണ്ട് ഈ പണി പറ്റുന്നതാണോ അല്ലയോ. ഇവിടുന്ന് നല്ല വ്യൂ അല്ലേ? ഓക്കെ. ടി വി ആണോ അല്ലേ? നമുക്ക് ആക്ച്വലി ഇതെല്ലാം തുറക്കാം. I know. I see the bed. അവിടെ Wait, so beautiful out there. നല്ല ഹീറ്റർ ഉണ്ട്. I love it. ജനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് ആക്ച്വലി ജനിയുടെ അല്ലേ, ഞങ്ങള് കുറച്ചധികം നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സ്ഥലത്ത് വരണമെന്ന്. ഇത് ആക്ച്വലി എൻ്റെ ഒരു വിഷ് ലിസ്റ്റിൽ എയർബിഎൻബിയിൽ കിടക്കണം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ടോ. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ വരുന്നത്. വേറെ എവിടെയെങ്കിലൊക്കെ ഇപ്പോഴും പോകും. പക്ഷെ ഈ ഒരു സ്ഥലം ഇപ്പോഴും എന്തോ സംഭവിച്ചാൽ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇവിടെ ഓട്ടം ടൈമാണ്. ഭയങ്കര തണുപ്പൊന്നും ആയിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നി ഇവിടെ ഈ ഒരു അക്കോമഡേഷൻ നമുക്കിപ്പോ അടിപൊളിയായിരിക്കും. തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ എത്രത്തോളം സെറ്റ് ആവുന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈമിൽ വന്ന് നോക്കാന്ന് ചോദിച്ചു. ഇവന്തോ എന്നിട്ട് പോലും ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോ അതൊക്കെയാണ്. അപ്പൊ ഇതാണ് ബാത്റൂം. ഇത് കണ്ടുകഴിയുമ്പോ ഒരു അറിയില്ല, ഉള്ളിൽ പോയി നോക്കാം നമുക്ക്. ഇത് ബോയ്സ് മെൻസും വുമൻസും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന യൂണിസെക്സ് ആണ്. വേസ്റ്റ്. ഓക്കെ. ക്ലീൻ ആയിട്ടുള്ളൊരു ടോയ്ലറ്റ്, വാഷിംഗ് മെഷീൻ, ഡ്രയർ ഉണ്ട്. ഓക്കെ, കൊള്ളാം. നല്ലൊരു ഷവർ ഏരിയ ഉണ്ട്. അത് നമുക്ക് എന്താ ഷാമ്പൊക്കെ തന്നിട്ടുണ്ട്. ക്ലീനാണ് കേട്ടോ, കൊള്ളാം. പിന്നെ അത് നമുക്ക് ടവല്, ടിഷ്യൂ പേപ്പർ, എക്സ്ട്രാ ടവൽസ് ഒക്കെ തന്നിട്ടുണ്ട്. ബാത്റൂം ചെക്ക് കഴിഞ്ഞു. ഹാപ്പിയാണ്. അടുത്തത് നമ്മൾ കിച്ചൺ ആണ് പോകുന്നത് കേട്ടോ. കിച്ചൺ സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറമാൻ്റെ ഉള്ളിൽ വെക്കാം. ഇവിടെ നമുക്ക് കിച്ചണിലോട്ട് ആവശ്യമുള്ള കിച്ചൺ ടിഷ്യൂ വരെ തന്നിട്ടുണ്ട്. പ്ലസ് കോഫി
കുക്കിംഗ് ഓയിലൊക്കെ ഇവർ തന്നിട്ടുണ്ട് കേട്ടോ. സോൾട്ട് ആൻഡ് പെപ്പർ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ. ഓ വാ, അങ്ങനെ എങ്ങനെയാ? ഓ ഒറ്റയ്ക്ക് പറയാനില്ല. ഗ്ലാസ്, കപ്പ്. ഓക്കെ ഓക്കെ, കൊള്ളാം. ഇവിടെ ഓ നമ്മള് അതന്നെ നമ്മള് ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോ യൂസ് ചെയ്യുന്ന ടൈപ്പ്. ഇതിന്റെ ഒരു ബേർണർ ഉള്ളതാണ് നമ്മുടെ ഇരിക്കണ ഏകദേശം. ഇത് നാട്ടിലെ പണ്ടത്തെ ഒരു സെറ്റപ്പ്. കൊള്ളാം. ഉണ്ടത് ആ കുട്ടി ചേരുണ്ട്, അത് ഭയങ്കര നന്നായി. ഇവിടെ ഒരു ചെറിയൊരു ഹീറ്റർ വെച്ചിട്ടുണ്ട് ആൻഡ് ഒരു ബാർബിക്യൂ. ഓ അത് ഭയങ്കര നന്നായി, ബാർബിക്യൂ ഉള്ളത്. ഇവിടെ ഒരു ബാർബിക്യൂ സംഭവങ്ങൾ, സോഫ, ഫുഡ് ഇവിടെ ഇരുന്ന് കഴിക്കണമെങ്കിൽ കഴിക്കാം.